ഗുരുവായൂരിൽ തന്നെയുള്ള ഒരു ബ്രാഹ്മണ കുടുംബമാണ് നെന്മിനി മന. ഇവിടുത്തെ പൂർവികനായിരുന്ന ഒരു ഉണ്ണി നമ്പൂതിരിയുടെ കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. കഥ ഇങ്ങനെ: നെന്മിനി മനയിലെ അച്ഛൻ നമ്പൂതിരിയായിരുന്നു ഒരിക്കൽ ഗുരുവായൂരിലെ മേൽശാന്തി. ഒരു ദിവസം അദ്ദേഹത്തിന് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. സഹായിയായ കീഴ്ശാന്തിയും അന്ന് ക്ഷേത്രത്തിലുണ്ടായിരുന്നില്ല. ഭഗവാന്റെ പൂജ മുടങ്ങുമല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച മേൽശാന്തി ഒടുവിൽ തൻ്റെ മകനായ ഉണ്ണി നമ്പൂതിരിയെ പൂജ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. പോകും മുമ്പ് മേൽശാന്തി ഉണ്ണി നമ്പൂതിരിക്ക് പൂജാവിധികളെല്ലാം പറഞ്ഞുകൊടുത്തു. ശ്രീകോവിലിനകത്ത് കയറിയ ഉണ്ണി മലരും നിവേദ്യവും ഉഷപൂജയുമെല്ലാം വിധി പോലെ ചെയ്തു. അപ്പോഴാണ് ഉണ്ണി അത് ശ്രദ്ധിച്ചത്. നിവേദിച്ചോറ് മുഴുവൻ അതുപോലെ തന്നെ ഇരിക്കുന്നു. ഉണ്ണി ആശങ്കാകുലനായി. തൻ്റെ പൂജ പിഴച്ചോ? ഭഗവാൻ നിവേദ്യം നേരിട്ടുണ്ണുമെന്നായിരുന്നു ഉണ്ണി നമ്പൂതിരിയുടെ വിചാരം. പിന്നീട് അടുത്തുള്ള സ്ഥലത്ത് നിന്ന് ഉപ്പുമാങ്ങയും സംഭാരവും കൊണ്ടുവരികയും അത് ചോറിൻ്റെ കൂടെ കുഴച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ യാതൊരു ഫലവും കണ്ടില്ല. ഉണ്ണി പൊട്ടിക്കരയാൻ തുടങ്ങി. ഉണ്ണിയുടെ കരച്ചിൽ കേട്ട സാക്ഷാൽ ഗുരുവായൂരപ്പന് സഹിക്കാനായില്ല. ഒടുവിൽ അവനു മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഉണ്ണിയുടെ കയ്യിൽ നിന്നും ചോറ് മുഴുവൻ വാങ്ങി കഴിക്കുകയും ചെയ്തു. ഏറെ സന്തോഷിച്ചു പോയി ഉണ്ണി. പക്ഷേ ഉണ്ണിയാകട്ടെ നട തുറക്കാനുള്ള സമയം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. സമയം കഴിഞ്ഞിട്ടും നട തുറക്കാത്തതിനാൽ ക്ഷേത്രത്തിലെ വാര്യരും മാരാരും ആശങ്ക പ്രകടിപ്പിച്ചു. ഉണ്ണിക്ക് വല്ലം സംഭവിച്ചോ എന്നായിരുന്നു അവരുടെ ചിന്ത. എന്നാൽ തൊട്ടു പിന്നിലെ ഒഴിഞ്ഞ പൂജാപാത്രവുമായി ഉണ്ണി പുറത്തെത്തി. പാത്രങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് കണ്ട് വാര്യർ തനിക്ക് അവകാശപ്പെട്ട നിവേദ്യച്ചോറ് ഉണ്ണി ഉണ്ടു തീർത്തോ എന്ന് വിചാരിച്ചു. അയാൾ അവനെ വിളിച്ചുകൊണ്ടു പോകുകയും കയ്യിലുണ്ടായിരുന്ന ഒരു വടിയെടുത്ത് ഉണ്ണിയെ ഒരുപാട് തല്ലി. ഞാനല്ല, ഭഗവാനാണ് എല്ലാം കഴിച്ചത് എന്ന് ഉണ്ണി ഒരുപാട് തവണ പറഞ്ഞെങ്കിലും വാര്യരത് കേൾക്കാൻ കൂട്ടാക്കുക പോലും ചെയ്തില്ല. ഒരുപാട് തവണ അയാൾ ഉണ്ണിയെ തല്ലി. ഇതിനിടയിൽ മേൽശാന്തി മടങ്ങിയെത്തി. വാര്യരിൽ നിന്നും വിവരമറിഞ്ഞ അദ്ദേഹം ഉണ്ണിയെ ഒരുപാട് തല്ലുകയും വഴക്കു പറയുകയും ചെയ്തു. പെട്ടെന്നാണ് ശ്രീകോവിലിനുള്ളിൽ നിന്നും ഒരശരീരി മുഴങ്ങിയത്. ഭഗവാൻ പറയുവാണ്, ഉണ്ണി പറഞ്ഞത് ശരിയാണ്. ആ നിവേദ്യച്ചോറ് മുഴുവൻ കഴിച്ചത് ഞാനാണ്. തല്ലേണ്ടത് എന്നെയാണ് എന്നായിരുന്നു ആ അശരീരി. ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കുറ്റബോധം താങ്ങാനാകാതെ മേൽശാന്തിയും വാര്യരും ശ്രീകോവിലിനു മുന്നിൽ സാക്ഷാൽ ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം പ്രണമിച്ചു.